السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والسلام على عباده الذين اصطفى أما بعد. ഇതിലുള്ള പരിപാലകനായ അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈദുൽ അദ്ഹ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് എമ്പാടും ഉളുഹിയ്യത്ത് കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഹൈസുന്ന ഇസ്ലാമിക് അക്കാദമിയുടെ ജുമുഅത്ത് പള്ളി 35-ാം മൈലിൽ ഇന്ന് വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും എല്ലാ വർഷവും ഉളുഹിയ്യത്ത് നൽകുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ വളരെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ടാപ്പിംഗ് തൊഴിലാളികളും അന്നന്ന് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകൾക്കുമിടയിൽ അവരെ സഹായിക്കാനായി അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് പുത്തനത്താണി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CM ചാരിറ്റി സെല്ല് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇടപെടാറുണ്ട്. ശ്ലാഘനീയവും അഭിനന്ദനാർഹവും പ്രശംസനീയവും അതിലുപരി ഇരുലോകത്തും അതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണ്, പ്രവർത്തനങ്ങളാണ് CM ചാരിറ്റി സെല്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഹദനി അദ്ദേഹത്തോടുമുള്ള ഒപ്പമുള്ള ഒരു കൂട്ടം ആളുകൾ ഏതാണ്ട് 31ഓളം മഹല്ലുകളിൽ ഉളുഹിയ്യത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ചാരിറ്റികൾ ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും സ്വന്തമായിട്ട് തന്നെ ആളുകൾ കൂട്ടമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ മലയോര പ്രദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും അശമലും അപഗണനും ആശാഭകരുമായ ആളുകളെ കൈപിടിച്ചുയർത്തി എന്താണ് ഉളുഹിയ്യത്ത്, അതുകൊണ്ട് ഇസ്ലാമിൽ കിട്ടുന്ന ലഭ്യമായ പുണ്യം എന്താണ്, ബലിദാനം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം, അദ്ദേഹം ആളുകളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നത് മഹാനാണ്. മഹാനവറുകൾ പലപ്പോഴും മൈലുകളോളം താണ്ടിയിട്ട് ഓരോ നേരത്തെ ആഹാരത്തിനും ആളുകളെ ക്ഷണിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒരിക്കൽ ആ വിഷയവുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിരുന്നുകാർക്ക് വേണ്ടി എൻ്റെ മകനെ ബലി അറുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ വാക്ക് അല്ലാഹു മക്കളെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരീക്ഷിച്ചത്. നമ്മളൊന്നും എന്തിനാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു മനുഷ്യർ തുറന്ന കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് അള്ളാഹു പരീക്ഷിച്ചത്. അതിന് ഒരുപാട് കാരണങ്ങളിൽ ഒന്നിതാണ്. രണ്ടാമത് വാർദ്ധക്യ സഹജമായ സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ കൊടുക്കുന്നത്. അതുവരെ അദ്ദേഹം നിരാശനാകാതെ റഹ്മത്തില്ല, അടിസ്ഥാനപരമായി അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ആശയ ആദർശത്തിന്റെ വൈപുല്യത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അദ്ദേഹം നിരാശനായില്ല. വാർദ്ധക്യമാണെങ്കിലും അള്ളാഹുവിന് എനിക്ക് കുഞ്ഞിനെ തരാൻ കഴിവുള്ളവനാണ്. മറിയം ബീവി ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ചത് എങ്ങനെയാണ്? തജ്ജന്യമായ ശൂന്യതയിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ വാരിയിൽ നിന്നാണ് ഒരു ഇണയെ ഹവ്വാഇനെ അള്ളാഹു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം കൊടുത്തു. 90-ാമത്തെ വയസ്സിൽ ഒരു മകൻ പ്രവാചകനായ മകൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അദ്ദേഹത്തെ ബലി അറുക്കുമോ ഇല്ലയോ എന്ന് മാത്രമേ അള്ളാഹു അറിയേണ്ടതുള്ളൂ. ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ മുഖത്തോട് മുഖം എങ്ങനെ ഒരു ഉപ്പ ഒരു മകനെ കഴുത്തറക്കുക, മകൻ പറഞ്ഞ് എന്നെ കമഴ്ത്തി കിടത്തിക്കൊള്ളൂ. എന്നിട്ട് അദ്ദേഹം അറക്കാനായിട്ട് പൂർണ്ണമായും സജ്ജമായപ്പോഴാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആടിനെ കൊടുത്ത് ബലിയറക്കാൻ പറഞ്ഞത്. ചില ചരിത്രങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കഴുത്തറക്കുന്നു, എന്നിട്ട് മുറിയാതെ വന്നപ്പോൾ അടുത്ത പാറയിൽ വെട്ടി എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. കാരണം അത്രയും വലിയൊരു പരീക്ഷണം അള്ളാഹു നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം അത് ചെയ്യാൻ സന്നദ്ധനായിരുന്നു. അള്ളാഹുവിന്റെ വെളിയാടമുണ്ടായി, പകരം ആടിനെ അറയ്ക്കുക. സ്വർഗത്തിൽ നിന്നുള്ള ജീവിയാണ് ആട്. ആടുകളുമായിട്ട് വലിയ ബന്ധം നമുക്ക് പഠിക്കാം. പ്രവാചകന്മാരൊക്കെ ആടിനെ മേടിച്ചിരുന്നത് ഹദീസിൽ കാണാം. മൂട്ടുകാട്ടുകയും പ്രബോധകരായ ആളുകൾ സ്വാഭാവികമായും അതിൻ്റെ
എല്ലാവിധ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പ്രബോധന രംഗത്തിറങ്ങാൻ. ഈ പ്രബോധന ശൈലി മനസ്സിലാക്കിയിട്ടെന്ന വണ്ണമാണ് ചാരിറ്റി സെല്ലിന്റെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഹദൂരി അടക്കമുള്ള പ്രവർത്തകർ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. ഇന്നലെ എത്രയോ സമയത്ത് അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി ഇനി വയനാട്ടിലും പല പ്രദേശങ്ങളിലുമൊക്കെ പോയി തിരിച്ച് വീട്ടിലെന്ന് എത്തുക. അപ്പൊ ഏത് സമയത്തും സുസജ്ജരായി പ്രവർത്തിക്കാനുള്ള സന്മനസ് ധനാഢ്യന്മാരായ ആളുകളെ കണ്ട് നിങ്ങൾ ചെയ്യും, കൃത്യമായിട്ട് നിങ്ങളുടെ പണം ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല എന്നവർക്ക് വിശ്വാസം വരുന്ന, ഉറപ്പ് വരുത്തുന്ന മഹത്തായ പ്രവർത്തനമാണ്. എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ ഈ മഹല്ലിൽ എല്ലാ വർഷവും ഒരു ഉദഹീയത്തെ ഇവിടെ കൊടുക്കുകയും പറ്റുമെങ്കിൽ യഥാസമയം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടുന്ന് വാങ്ങി അതിന്റെ പൈസ ഞങ്ങൾ കിട്ടുതന്ന് ഞങ്ങൾ ഇവിടെ അറുത്തു കൊടുക്കും. അതല്ലെങ്കിൽ അദ്ദേഹം അവിടെ കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ വരെ ചിലപ്പോൾ സംഘത്തിനാണ് കിട്ടിയില്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കിട്ടാത്ത വരുന്ന അവസ്ഥയിൽ പോലും. അപ്പൊ ഇത്രമാത്രം വളരെയധികം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുവെങ്കിൽ കേവലം ഉദഹീയത്തിൽ മാത്രമല്ല, മറിച്ച് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ രോഗിയാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഹാർട്ട് പേഷ്യൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ സ്ട്രോക്ക് ബാധിച്ച ആളാകട്ടെ, ഇങ്ങനെ അവരുടെ ശാരീരികവും മാനസികവും പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും അത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ മൂശയിലിട്ട് വാർത്തുകൊണ്ടാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഒരിക്കലും അവർ അഹ്ലുസ് സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഞാൻ അവരെയും ഇത്തരത്തിൽ പ്രശംസിക്കുകയാണ്. ഏത് സമയത്തും എല്ലാ രംഗത്തും അവർ രാവും പകലും അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, ദുആപരമായ പിന്തുണ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പെരുന്നാളിനും സദക്ക ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുമായിരുന്നു, സ്ത്രീകളിൽ നിന്ന് പോലും സ്വീകരിക്കുമായിരുന്നു. എന്നാൽ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സഹോദരി റസൂലുള്ളാഹിന്റെ വാക്കിന്റെ മഹത്വം മനസ്സിലാക്കി ചിറ്റ അയക്കാതിരുന്നില്ല, അത് പറിച്ച കൂട്ടത്തിൽ കാതിന്റെ ഒരു അംശമുണ്ടായപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയുണ്ടായി. അപ്പൊ ഇതൊക്കെ നാളെ ആഹ്റത്തിൽ ഉപകാരമാണെന്ന് അറിയാം. ധാരാളം പള്ളികൾ, മദ്രസകൾ, അതിലൊക്കെ നമ്മുടെ സഹോദരിമാരുടെ ഒരുപാട് ആഭരണങ്ങൾ അവർക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹത്തായ വഴികൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ദുനിയാവിലും ആഹ്റത്തിലും പ്രയോജനപ്രദമായ ഈ കാരുണ്യ പ്രവർത്തനത്തിനെ കണ്ടില്ല നടിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഒരു പള്ളി അവിടെ ഉത്തരത്താണിയിൽ പണികൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. റമദാന്, ബദരീങ്ങളുടെ ആണ്ട് എന്ന് വേണ്ട, പിന്നെ ദിനം, അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട്, ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ്, ഇങ്ങനെ ഓരോ മഹാന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ CM വലിയുന്ന നമുക്കറിയാം, ആ പേര് നല്ല മനസ്സോടുകൂടി ആര് ഇട്ടോ അതിന്റെ ആ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഊർജ്ജസ്വലമായി ആത്മീയമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നമുക്കൊരു മഹത്തായ ഒരു തർബീയത്ത് കിട്ടാറുണ്ട്. ആ തർബീയത്ത് തീർച്ചയായിട്ടും ഇതിലുണ്ടെന്ന്